കൂട്ടുകാരെ നമസ്കാരം. കൂട്ടായ്മയുടെ ചിറകിലേറി കോൾപ്പാടത്തിൻ്റെ സൗന്ദര്യം തൊട്ടറിഞ്ഞ് മറക്കാനാകാത്തൊരു യാത്ര ഇന്ന് സംഭവിച്ചു. എങ്ങനെയാണെന്നല്ലേ? ഇന്ന് അന്തിക്കാട് ശലഭങ്ങളുടെ U3A ഫോളോ അപ്പ് സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ കോൾപ്പാടത്തിലേക്ക് ഒരു യാത്ര പോകാമെന്ന് തീരുമാനിച്ചത്. അന്തിക്കാട് കോൾപ്പാടത്തിൻ്റെ പച്ചപ്പിനെ തഴുകി കാറ്റിനൊപ്പം ചിരിച്ചുലഞ്ഞ് കൂട്ടുകാരും ഒന്നിച്ച് നടന്നൊരു യാത്ര. മണ്ണിൻ്റെ മണം മനസ്സിലേറ്റി, പക്ഷികളുടെ പാട്ട് കാതിലേറ്റി, ഓരോ ചുവടും ഓർമ്മകളായി മാറിയ നിമിഷങ്ങൾ. വഴികളല്ല, ഹൃദയങ്ങളാണ് അവിടെ കൂടിച്ചേർന്നത്. കാഴ്ചകളല്ല, സൗഹൃദങ്ങളാണ് അവിടെ വിരിഞ്ഞത്. പഴയകാലത്തിൻ്റെ മണ്ണിൻ മണവും പേറി സംസാരങ്ങൾ പാടവരമ്പുകൾ കടന്നൊഴുകി. കാളപൂട്ടിൻ്റെ താളവും ഞാറ്റുപാട്ടിൻ്റെ ഈണവും ചക്രം ചവിട്ടിയ കാലത്തിൻ്റെ കഥകളും കൊയ്ത്തിൻ്റെയും മെതിയുടെയും ഓർമ്മകളും ഒന്നൊന്നായി ചർച്ചാ വിഷയങ്ങളായി. ആരോ ഒരാൾ ഒരു ഓർമ്മ പറഞ്ഞപ്പോൾ മറ്റൊരാളുടെ മനസ്സിൽ മറ്റൊരു കാലം വിരിഞ്ഞു. മുഖങ്ങളിൽ ചിരിയും വാക്കുകളിൽ ഗൃഹാതുരത്വവും ഹൃദയങ്ങളിൽ ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനവും. കോൾപ്പാടത്തിൻ്റെ പച്ചപ്പിനേക്കാൾ മനോഹരമായത് ആ ഓർമ്മകളുടെ വിളവെടുപ്പായിരുന്നു. കാലം മാറ്റിയ ജീവിതങ്ങൾക്കിടയിലും ആ പഴയ ദിവസങ്ങൾ ഇന്നും മനസ്സിൻ്റെ നെൽപ്പാടങ്ങളിൽ പച്ചയായി നിൽക്കുന്നു എന്ന തിരിച്ചറിവ്. കോൾപ്പാടത്തിലൂടെ നടന്നത് ഒരു യാത്ര മാത്രമായിരുന്നില്ല, ഓർമ്മകളുടെ കൊയ്ത്തുത്സവമായിരുന്നു. ചാഴൂരായിരുന്നു, ഇവിടെ അല്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വെള്ളം തേവണത് ചക്രം നടന്നിട്ട് പുള്ളിക്ക് എത്തും. ചക്രം ചവിട്ടിയിട്ടുണ്ട് ഞാൻ. വെള്ളം കലപ്പ പൂട്ടുമ്പോ പാട്ടുണ്ടോ? അത് അയാള് താളത്തിനനുസരിച്ച് ഇങ്ങനെ അടിച്ച് പോത്തിനടിച്ച് കൊണ്ടുപോകും. അതിപ്പോ ചക്രം ചവിട്ടുമ്പോഴും ഉണ്ട്. നമ്മളൊക്കെ പൂട്ടാൻ വരാന്ന് സന്തോഷം. അതന്നെ ചെറുപ്പത്തിലെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പോകുമ്പോ അമ്മയുടെ കൂടെ പോകും. അപ്പൊ ആൾക്കാർ നടുമ്പോ പറയും, വെറുതെ നോക്കിക്കണ്ട, നാട്ടു പിള്ളേരെന്ന് പറയും. എന്നിട്ട് അവരെ കെട്ടി തരും. എന്നിട്ട് നട്ട് പോകും. അത് നടണത് പറിച്ച് നടണം. ഇതിങ്ങനെ വിത്ത് വെക്കുന്ന ഇതില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഈ ചവിട്ട്, ചക്രം ചവിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നത്തെ യാത്ര ഞങ്ങളെ കോൾപ്പാടങ്ങളിലേക്കല്ല, ഞങ്ങളുടെ വേരുകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. പച്ചപ്പിലൂടെ നടന്നൊരു യാത്ര മനസ്സിൽ കൊയ്തെടുത്തത് നിറയെ ഓർമ്മകളും സന്തോഷവുമായിരുന്നു. വളഞ്ഞൊരു തെങ്ങിൽ കയറി പഴയ കുസൃതികൾ കാണിക്കാനും പാടത്തിനരികിലെ വെള്ളത്തിൽ നിൽക്കുന്ന താമരപ്പൂവ് പറിച്ചെടുത്ത് കൈകളിൽ സൂക്ഷിക്കാനും മറന്നില്ല കേട്ടോ. മറ്റൊരു വികൃതി കൂടി തോന്നി. അതെന്താണെന്നല്ലേ? ഇതാ കണ്ടോളൂ.